6.5 സെൻറ്റിൽ നിർമ്മിച്ച ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അതെ, 6.5 സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2010 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് യൂട്ടിലിറ്റി സ്പേസുമായാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായ ലൊക്കേഷനിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷനാണ്. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പെരിങ്ങാലയ്ക്ക് അടുത്തായാണ് ഈ വീട് പണിതിരിക്കുന്നത്. നല്ല റോഡ് സൗകര്യം ഈ വീടിന് അവൈലബിൾ ആണ്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഏതാണ്ട് ഒരു 300 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. കൂടാതെ ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ ദൂരവും, തൃപ്പൂണിത്തുറയിലേക്ക് 12 കിലോമീറ്റർ ദൂരവും, എടപ്പള്ളി ലുലു മാളിലേക്ക് ഏതാണ്ട് ഒരു 14 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള വെണ്ടർല അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് ഏതാണ്ട് ഒരു 2.25 കിലോമീറ്റർ മാത്രം ദൂരവും, സമരറ്റൻ ഹോസ്പിറ്റലിലേക്ക് ഏതാണ്ട് ഒരു 4.5 കിലോമീറ്റർ ദൂരവും, കിഴക്കമ്പലം ടൗണിലേക്ക് 4 കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് വരുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് അവൈലബിൾ ആണ്. 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന ഗേറ്റ് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ വലിയൊരു മുറ്റത്തേക്കാണ്. ഒരേ സമയത്ത് തന്നെ ഒരു 3 വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. 6.5 സെൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസായി, അത്യാവശ്യം നല്ല സൈഡ് വശങ്ങളെല്ലാം അത്യാവശ്യം വിട്ട് നൽകി തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത്. മാത്രമല്ല വീടിൻ്റെ മുൻവശത്തായി ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. കൂടാതെ സൈഡ് വശത്തേക്ക് ഈ ഒരു ഏരിയയിൽ ഒരു വലിയ കവേഡ് കാർ പാർക്കിംഗ് നൽകിയിട്ടുണ്ട്. വാട്ടർ സോഴ്സിനായി കിണർ വെള്ളമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല കിണർ വെള്ളം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് വീട് പണിതിരിക്കുന്നത്. കായ്ക്കുന്ന ഒരു തെങ്ങ് ഈ വീടിന് അവൈലബിൾ ആണ്. മാത്രമല്ല ഇവിടെ എല്ലാം അത്യാവശ്യം നമുക്ക് ഇനി വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടാനുള്ള എന്തെങ്കിലും കൃഷി, ചെറിയ രീതിയിലുള്ള അടുക്കളത്തോട്ടമെല്ലാം നിർമ്മിക്കാനുള്ള സ്പേസ് വീടിൻ്റെ ബാക്ക് വശത്തെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. സൈഡ് വശമായാലും അത്യാവശ്യം സെറ്റ് ബാക്ക് ഇവിടെ എല്ലാം നൽകിയിട്ടുണ്ട്. ധാരാളം വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് വീട് പണിതിരിക്കുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഡോറിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. സ്റ്റെപ്പ് വരുന്നത് വീട് ഫേസ് ചെയ്തിരിക്കുന്നത് വടക്ക് ദിക്കിലേക്കും. വടക്ക് കിഴക്ക് മൂലയിലേക്ക് കിണറും നൽകിയിട്ടുണ്ട്. വലിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു 6-7 ചെയർ ഇടാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. 2 പാളികളായി മെയിൻ ഡോറും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ലിവിങ് സ്പേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല വലിയ TV യൂണിറ്റ് എല്ലാം നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. ഈ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും നമ്മൾ പാർട്ടീഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയ ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ടേബിളെല്ലാം യൂസ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായി ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു വടക്ക് കിഴക്ക് മൂലയിലാണ് ഇതിൻ്റെ കിണറും അതുപോലെ തന്നെ കിച്ചണും നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയയും അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യവും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയ വർക്ക് ഏരിയയും കിച്ചണാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കിച്ചൺ ടോപ്പിനായി ഗ്രാനൈറ്റാണ്, ഗ്ലോസി ഫിനിഷിൽ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഇനിയും വേണമെങ്കിൽ ഒരു ഷീറ്റെല്ലാം എടുക്കണമെങ്കിൽ ഈ ഒരു സ്പേസ് എല്ലാം വലിയൊരു സ്പേസ് നമുക്ക് ഈ കിച്ചണിൻ്റെ ബാക്ക് വശത്ത് ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസായ ബെഡ്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് കാണാം ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വലിയൊരു വാൾഡ്രോബ് സൗകര്യം അവൈലബിൾ ആണ്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസായ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് കാണാം നല്ല ഭംഗിയുള്ള ബാത്റൂമാണ്. ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ്. വാൾ ടൈൽസുകളെല്ലാം നല്ല മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും നൽകിയിട്ടുള്ളത്. കൂടാതെ വലിയൊരു വാൾഡ്രോബ് സൗകര്യവും ഡ്രസ്സിങ് ഏരിയ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലാം സൈസ് വരുന്നത് ഏതാണ്ട് ഒരു 10-12 എന്ന അളവിലാണ് ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളുടെയും സൈസ് വരുന്നത്. ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയ ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസായ ബാത്റൂമാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി വുഡും GS സ്ക്വയർ ട്യൂബുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ടീക്കൂട്ട് ഫിനിഷിലാണിത് ചെയ്യുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് സ്പേസ് ആണ്. അത്യാവശ്യം നീളത്തിലുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായി വലിയൊരു ബാൽക്കണിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാൽക്കണി കൂടാതെ ഒരു ഓപ്പൺ ടെറസും പ്ലാന്റുകളെല്ലാം വയ്ക്കാൻ പറ്റിയ ഒരു ഓപ്പൺ ടെറസെല്ലാം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ 2 ബെഡ്റൂമുകളാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം ഗ്രൗണ്ട് ഫ്ലോറിൽ അതേ സൈസിലുള്ള നല്ല ഒരു 10-12, 10-14 എന്ന അളവിലാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ഒരു ഡ്രസ്സിങ് ഏരിയയും നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളിൽ അവൈലബിൾ ആണ്. വാൾ ടൈൽസുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെയാണ് വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയും അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങൾ നൽകി തന്നെയാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട് വരുന്ന 6.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് കേട്ടോ. 2010 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു 3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള മുറ്റവും നൽകിയാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ വിലയാണ്. വില 75 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിന് ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ വലിയൊരു ഓപ്പൺ ടെറസും അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ആയിട്ടാണ് വലിയൊരു ഓപ്പൺ ടെറസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഡ്രസ് വർക്ക് എല്ലാം ചെയ്ത വിശാലമേറിയൊരു സ്പേസാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.